കാശിനാഥൻ ഭാഗം 25. രചന അവതരണം ദിവ്യരാജ്. കണ്ണേട്ടാ, എൻ്റെ അച്ഛയ്ക്ക് എന്താ പറ്റിയേ? ആർത്തലച്ച് കരഞ്ഞു വന്നവൾ കാശിയുടെ നെഞ്ചിലേക്ക് വീണു പുലമ്പലോടെ. ഒന്നുമില്ലെൻ്റെ വയസ്സുവേ, അച്ഛന് ചെറിയൊരു ക്ഷീണം, പിന്നെ ആൾക്ക് ആൻജിയോഗ്രാം ചെയ്തതല്ലേ, അതാ ICUയിലേക്ക് മാറ്റിയേ, അവളെ സമാധാനിപ്പിക്കാനായി പറഞ്ഞുകൊണ്ട് നെറുകിൽ തലോടിയവൻ. നിക്ക് പേടിയാ കണ്ണേട്ടാ, അച്ഛയ്ക്ക് എന്തേലും വന്നാൽ നിക്ക് ആരുമില്ലാണ്ടാവും. അച്ഛനില്ലായ്മയിലെ ശൂന്യതയെക്കുറിച്ചോർക്കെ അവളുടെ നെഞ്ചു പിടച്ചു. പറഞ്ഞൂലോ വൈശു, അച്ഛനൊന്നും വരില്ലടി പെണ്ണേ, അവൻ അവളെ ആശ്വസിപ്പിച്ചു കൊണ്ടിരുന്നു. ഇടനാഴിയിലെത്തുമ്പോഴേ കാശിയുടെ നെഞ്ചിൽ ചേർന്ന് കരയുന്ന വൈശുവിനെ കണ്ടിരുന്നു നന്ദനും പാച്ചനും. അച്ഛൻ അവളുടെ ജീവനാണെന്നോർത്തതേ നന്ദന് വലിയ ദുഃഖം തോന്നി. ഡാ കണ്ണ, ഡോക്ടർ എന്തു പറഞ്ഞടാ? നന്ദൻ അകത്തേക്കൊന്ന് എത്തി നോക്കിക്കൊണ്ട് തിരക്കി. ഒന്നും പറഞ്ഞില്ലടാ, ഡോക്ടർ പുറത്തേക്ക് വന്നില്ല. പറഞ്ഞു നിൽക്കവേ തന്നെ ഗ്ലാസ് ഡോർ തുറന്ന് ഡോക്ടർ പുറത്തേക്ക് വന്നിരുന്നു. ഡോക്ടർ, എൻ്റെ അച്ഛൻ? വൈശു വിറയോടെ തിരക്കി. പേടിക്കാനൊന്നുമില്ല, നൗ ഹീസ് ഓൾ റൈറ്റ്. കാർഡിയക് അറസ്റ്റ് ആയിരുന്നു. തക്ക സമയത്ത് CPR കൊടുത്ത് ഹോസ്പിറ്റലിൽ എത്തിച്ചത് കൊണ്ട് ആളെ തിരിച്ചു കിട്ടി. എന്തായാലും ഡോക്ടർ ആ സമയത്ത് കൂടെയുണ്ടായത് ആളുടെ ഭാഗ്യമാ. ഇല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയുമായിരുന്നില്ല. കാശിയോടായി അയാൾ അത് പറയുമ്പോൾ എല്ലാവരും അവനെ തന്നെ നോക്കി നിന്നു. താങ്ക് യു സാർ, കൈകൂപ്പിക്കൊണ്ട് അവൻ പറഞ്ഞതും. മെഡിക്കൽ സ്റ്റുഡൻ്റാന്ന് പറഞ്ഞു. ഏത് ഇയറാ? ചെറുചിരിയോടെ അയാൾ ചോദിച്ചു. ഒന്ന് പരിങ്ങി കാശിനാഥൻ. 4th ഇയർ ആയിരുന്നു, പിന്നെ ഡ്രോപ്പ് ഔട്ടായി. മുഖം കുനിച്ചത്രയും പറഞ്ഞതും. അതെന്തു പറ്റി? അമ്പരപ്പോടെ ചോദിച്ചയാൾ. കാശി ഉത്തരമില്ലാതെ മുഖം താഴ്ത്തി നിന്നു. അന്നത്തെ സാഹചര്യം കുറച്ച് മോശമായി സാർ, പക്ഷേ ഇപ്പോൾ വീണ്ടും പഠനം തുടരാൻ പോവുക. വൈഷ്ണവി വലിയ ഉത്സാഹത്തോടെ അതിന് മറുപടി പറഞ്ഞു. വെൽ ഡൺ, പഠിക്കണം. ഇത്ര വർഷം വരെ പഠിച്ചതല്ലേ, ഉപേക്ഷിച്ച് കളയരുത്. തനിക്ക് നല്ലൊരു ഭാവിയുണ്ട്. ചെറുചിരിയോടെ അയാൾ മുന്നോട്ട് നടന്നു. ആശ്വാസത്തോടെ ഒന്ന് നിശ്വസിച്ചവൾ. അപ്പോൾ ഡോക്ടർ കാശിനാഥനാ ഇന്നെൻ്റെ അച്ഛയെ രക്ഷിച്ചത് അല്ലേ? ചെറുചിരിയോടെ പറയവേ ആത്മവിശ്വാസത്തോടെ അതേ എന്ന് തലയാട്ടിയവൻ. കണ്ണുകൾ നിറഞ്ഞിരുന്നപ്പോഴും. ഡോക്ടർ കാശിനാഥൻ, ചെറുചിരിയോടെ പുറത്തുറുത്തവൻ. വലിയ വലിയ സ്വപ്നങ്ങൾ ചിറക് വെച്ച് ഭംഗിയുള്ള ശലഭങ്ങൾ കണക്കെ പറന്നുയരാൻ തുടങ്ങിയ അവനിൽ. എൻ്റെ ജീവന അച്ഛൻ. ഈ ലോകത്ത് നിക്കെന്ന് പറയാൻ അച്ഛയേ ഉണ്ടായുള്ളൂ. ഞാൻ എങ്ങനെയാ കണ്ണേട്ട നന്ദി പറയാൻ? അവൻ്റെ കൈ പിടിച്ചെടുത്ത് ചോദിച്ചതും. എൻ്റെ ജീവിതം തിരിച്ചു തന്ന നീയാണോടി പെണ്ണെ എന്നോടിങ്ങനെ ചോദിക്കണേ? ചെറുചിരിയോടെ ചേർത്ത് പിടിച്ചവൻ. അതെ, ഇവിടെ 2 ബാച്ചിലേഴ്സ് നിൽക്കണ കാര്യം രണ്ടിനും ഓർമ്മ വേണം. വെറുതെ കെട്ടുപ്രായം തികഞ്ഞു നിൽക്കണ ഞങ്ങളെ പ്രലോഭിപ്പിക്കാൻ വേണ്ടി. ഇത്തിരി ഗൗരവത്തോടെ പാച്ചനത് പറയുമ്പോൾ ചിരിയോടെ വൈശു അവനിൽ നിന്നും അകന്നു മാറിയിരുന്നു. നിനക്ക് പെണ്ണ് കിട്ടാത്തതിന് അസൂയപ്പെട്ടിട്ട് കാര്യമില്ല പാച്ച. നന്ദൻ കളിയാക്കിയതും അവനെ ഒന്ന് കൂർപ്പിച്ചു നോക്കിയവൻ. എനിക്ക് പെണ്ണ് കിട്ടാഞ്ഞിട്ടാന്ന് ആരാ പറഞ്ഞേ? ഞാനൊന്ന് കഴിഞ്ഞൊടിച്ചാൽ സുസ്മിത സെൻ വരെ വന്ന് മുന്നിൽ നിൽക്കും. പിന്നെ വേണ്ടെന്ന് വെച്ചിട്ടല്ലേ? വലിയ കാര്യത്തിൽ പറഞ്ഞതും. അതെ അതെ, ആ തോട്ടൻകരയിലെ ക്ലീറ്റൻ ചേട്ടൻ്റെ ചാവാലിപ്പട്ടി സുസ്മിത സെൻ. നന്ദൻ്റെ അസ്ഥാനത്തുള്ള പറച്ചിൽ കേട്ടതും അറിയാതെ ചിരിച്ചുപോയി കാശിയും വൈശുവും. പാച്ചൻ്റെ ദയനീയമായ നിൽപ്പ് കണ്ടതും ചിരിയടക്കാൻ പോലും കഴിയാണ്ടായി രണ്ടാൾക്കും. ആ നേരം വരെ ഉണ്ടായിരുന്ന മനസ്സിൻ്റെ പിരിമുറുക്കം തെല്ലൊന്നയഞ്ഞു രണ്ടാളിലും. ഒത്തിരി സന്തോഷം തോന്നി കാശിനാഥന്. മറവിയുടെ അന്ധകാരത്തിലേക്ക് മറഞ്ഞെന്ന് കരുതിയ തൻ്റെ അറിവ് ഇന്ന് തക്ക സമയത്ത് ഒരു ജീവൻ രക്ഷിക്കാൻ തന്നെ സഹായിച്ചെന്ന അറിവിൽ മെല്ലെയൊന്ന് പുഞ്ചിരിച്ചവൻ. ഒപ്പം കണ്ണേട്ടൻ ഡ്രൈവിംഗ് പഠിക്കണമെന്ന് പറഞ്ഞ് പിന്നാലെ നടന്നവളെയും അവളുടെ നിർബന്ധം കാരണം 4 വീലർ പഠിച്ചതും ഓർത്തുപോയി. ഈ ഒരുത്തി ഇല്ലായിരുന്നെങ്കിലോ? ഓർക്കവേ നടുക്കമായിരുന്നു അവനിൽ. കണ്ണേട്ടൻ എവിടെ? ഉണ്ടായോണ്ടാ അച്ഛാ അച്ഛന് തിരികെ കിട്ടിയേ? ഇല്ലായിരുന്നല്ലോ. കണ്ണു തുടച്ചുകൊണ്ട് ചന്ദ്രനോട് പറയുന്നവളെ തന്നെ കണ്ണെടുക്കാതെ നോക്കി നിന്നു കാശിനാഥൻ. വരുന്നവരോടും പോകുന്നവരോടും ഇത് തന്നെയാണ് പറയുന്നത്. തന്നെക്കുറിച്ച് വലിയ അഭിമാനത്തോടെ പറയുമ്പോൾ അവളുടെ മുഖത്ത് തെളിയുന്ന സന്തോഷത്തേക്കാൾ വലുതല്ല മറ്റൊന്നും. ചെറുചിരിയോടെ ഓർത്തവൾ. 1001 നിശ്വസിച്ചുകൊണ്ട് പാച്ചൻ പിറുപിറുത്തതും തൊട്ടടുത്ത ചേറുകളിലിരുന്ന നന്ദനും കാശിയും അവനെ ഒന്ന് നോക്കി. എന്ത് 1001? നന്ദൻ അവനെ നെറ്റി ചുളിച്ചു നോക്കി. അല്ല, 1001-ാം വട്ടമാ ഈ പറയുന്നത് കാശി അവളുടെ അച്ഛനെ രക്ഷിച്ചതെന്ന്. എൻ്റെ പൊന്നോ, കേട്ട് കേട്ട് മനുഷ്യൻ്റെ കാതിൻ്റെ കാറ്റ് പോയി. ഒന്ന് പോടാ, അവളുടെ സന്തോഷം കൊണ്ടല്ലേ. നന്ദൻ അവൻ്റെ തലയ്ക്കൊന്ന് കൊട്ടി. എന്ത്? അച്ഛൻ ICUയിലായതിൻ്റെ സന്തോഷമാണോ? ചിരി കടിച്ചു പിടിച്ചവൻ. എന്നാലും എൻ്റെ കണ്ണാ, നീ എങ്ങനെയാടാ ഈ സാധനത്തെ സഹിക്കുന്നേ? വായ തുറന്നാൽ പിന്നെ നോൺ സ്റ്റോപ്പാ. ചെവിന്ന് ചോര വന്നാൽ കൂടി വിടില്ല. പാച്ചൻ വൈശുവിനെ കൂർപ്പിച്ചു നോക്കി. ഒന്നും മിണ്ടാതെ ചെറുചിരിയോടിരുന്നു കാശി.
സംസാരിക്കാനും നമ്മളെ കേൾക്കാനും ആരുമില്ലാത്തതിൻ്റെ നോവ് നല്ലോണം അറിഞ്ഞിട്ടുള്ളവനാ പാച്ചു ഞാൻ. ഇവളെൻ്റെ ജീവിതത്തിലേക്ക് വന്നതിൽ പിന്നെ എൻ്റെ ജീവിതം ശബ്ദമുഖരിതമായത്. ഇത്തിരി നേരത്തെ മൗനത്തിന് ശേഷം ചിരിയോടെ പറഞ്ഞു കാശി. എന്നാലും ഒക്കത്തിനൊരു കണക്കില്ലേടാ. ഇതെൻ്റെ അമ്മോ, നിനക്ക് മടുക്കത്തില്ലേ? താടിക്ക് കൈയും വെച്ച് ചോദിച്ചതും. ഇല്ലടാ, എനിക്കൊരിക്കലും മടുപ്പ് തോന്നില്ല. രാത്രി മുഴുവൻ ഉറങ്ങാതിരുന്ന് വർത്തമാനം പറഞ്ഞാലും കേട്ടുകൊണ്ടിരിക്കും ഞാൻ. നിശബ്ദതയും മൗനവും എത്രമാത്രം ഭയാനകമാണെന്ന് നല്ലോണം അറിയാം എനിക്ക്. ദീർഘമായൊന്ന് നിശ്വസിച്ചവൻ. വർഷങ്ങളോളം അവൻ അനുഭവിച്ച ഏകാന്തതയെന്ന നരകം എത്രമാത്രമെന്ന് അവൻ്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമായിരുന്നു. എവിടെയായിരുന്നു പ്രിയ ഇത്ര നേരവും? എവിടേക്കെങ്കിലും പോവുകയാണെങ്കിൽ ഒന്ന് പറഞ്ഞിട്ട് പൊയ്ക്കൂടെ? അറ്റ്ലീസ്റ്റ് ഒന്ന് വിളിച്ചു പറയുകയെങ്കിലും ആവാമല്ലോ. ഒത്തിരി വൈകി വീട്ടിലേക്ക് കയറി വന്ന പ്രിയയെയും ആനന്ദിനെയും കടുപ്പത്തിൽ നോക്കി സാവിത്രി. ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയതാ അമ്മേ. വൈശുവിൻ്റെ അച്ഛൻ അവിടെ അഡ്മിറ്റാ. ആൾക്ക് പെട്ടെന്ന് വയ്യാണ്ടായി. കാർഡിയാക് അറസ്റ്റ് ആയിരുന്നു. എന്നിട്ട് ചത്തോ അയാള്? പരിഹാസത്തോടെ ചോദിച്ചവർ. ഇല്ലമ്മേ, മരിച്ചിട്ടില്ല. ഇവിടത്തെ കുട്ടി ഡോക്ടർ കൂടെയുണ്ടായത് കൊണ്ട് രക്ഷപ്പെട്ടു. പറഞ്ഞുകൊണ്ട് ഒക്കെ കേട്ട് നടുക്കത്തിൽ വാതിലിനു പിന്നിൽ നിൽക്കുന്ന ശാരദാമ്മയെ നോക്കി പറയാൻ തുടങ്ങിയവർ. കേട്ടോ അച്ഛമ്മേ, കാശിയാണ് ഭരതനങ്ങളുടെ ജീവൻ രക്ഷിച്ചത്. ആനന്ദ് അത് പറയുമ്പോൾ സംശയത്തോടെ നെറ്റി ചുളിച്ചവർ. അങ്കിളിന് വയ്യാണ്ടായപ്പോൾ കാശിയ ഒപ്പമുണ്ടായിരുന്നത്. അവനൊരു ഡോക്ടറല്ലേ. പെട്ടെന്ന് ആൾക്ക് CPR കൊടുത്ത് അവിടുത്തെ കാറിൽ തന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചു. അതും കൃത്യസമയത്ത്. അതുകൊണ്ടാ അങ്കിളിന് ജീവനോടെ ഇരിക്കുന്നത്. അവൻ മിടുക്കനാ അച്ഛമ്മേ. ഇത്രയും വർഷത്തിന് ശേഷവും പഠിച്ചതൊക്കെ വിട്ടുകളഞ്ഞിട്ടില്ല. അതുമല്ല, കൃത്യസമയത്ത് അത് പ്രാവർത്തികമാക്കുകയും ചെയ്തില്ലേ. ശരിക്കും അവൻ്റെ ഉള്ളിലെ ആ ഡോക്ടർ മരിച്ചിട്ടില്ല. തീർച്ചയായും അവൻ ഡോക്ടറാവും, എനിക്കുറപ്പാ. സാവിത്രിയെ കേൾപ്പിക്കാനായി അത്രയും പറയുമ്പോൾ വല്ലാത്തൊരു പകയോടെ അവനെ നോക്കി നിന്നവർ. ഒക്കെ കേട്ടു നിന്ന ശാരദാമ്മ നിറകണ്ണോടെ ഈശ്വരന് ആയിരം നന്ദി പറയുകയായിരുന്നു. ഡോക്ടറാക്കുകയോ? അവനൊരിക്കലും ഡോക്ടറാവില്ല. അതിന് ഞാൻ സമ്മതിക്കില്ല. ആ ലീനയുടെ ചോരയാവൻ. എൻ്റെ ജീവിതം തകർത്ത അവളുടെ മകൻ എങ്ങനെ എൻ്റെ മകനൊപ്പമോ അവനേക്കാൾ ഉയരത്തിലോ ആവാൻ അനുവദിക്കില്ല ഞാൻ. എൻ്റെ ഭർത്താവിനെ സ്വന്തമാക്കാൻ നോക്കിയവൾ അവൾ. കുറച്ചു കാലത്തേക്കായാലും ചന്ദ്രനൊപ്പം കഴിഞ്ഞവൾ. അവളെ എനിക്ക് ഒന്നും ചെയ്യാൻ കഴിയാതെ പോയതിലുള്ള അമർഷം ഇപ്പോഴും എൻ്റെ മനസ്സിൽ കിടക്കുന്നുണ്ട്. അത് ഇത്തിരി നേരത്തേക്കെങ്കിലും എന്നിൽ നിന്ന് അകലുന്നത് ആ കാശിനാഥൻ്റെ വേദന കാണുമ്പോഴാ. വൈഷ്ണവി അവൾ കൂടെയുണ്ടായത് കാരണമാ അവനെതിരെ ഒരു ചെറുവിരൽ അനക്കാൻ എനിക്ക് കഴിയാണ്ട് പോയത്. ഈ വീട്ടിലുള്ള ഓരോ നിമിഷവും നിഴല് പോലെ കൂടെ നടക്കുകയല്ലേ അവൾ. പുറത്തേക്കിറങ്ങിയ അവൻ്റെ കൂട്ടുകാരും. ഉടനെ എന്തെങ്കിലും ചെയ്യണം. അവളെ അവനിൽ നിന്ന് അകറ്റിയാലേ വീണ്ടും ആ കാശിനാഥനെതിരെ എന്തെങ്കിലും ചെയ്യാൻ എനിക്കൊക്കൂ. ഏറിയ കോപത്തോടെ ചിന്തിച്ചവർ. ഒരു സ്പൂണും കൂടി കഴിക്കച്ചേ, ഇല്ലെങ്കിൽ വലിയ ക്ഷീണമായിരിക്കും. ചെറു ചൂടുള്ള ഗോതമ്പ് കഞ്ഞി നിർബന്ധിപ്പിച്ച് ഭരതനെ കൊണ്ട് കുടിപ്പിക്കുകയായിരുന്നു വൈഷ്ണവി. മതി എൻ്റെ മോളെ, വിശപ്പ് തോന്നണില്ലാടി. ഇച്ചിരൂടെ കഴിഞ്ഞ് കഴിക്കാം, ക്ഷീണം മറച്ചുകൊണ്ട് പറഞ്ഞു അയാൾ. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. ഒത്തിരി മെഡിസിൻ എടുക്കാനുള്ളതല്ലേ. അവൾ വീണ്ടും നിർബന്ധിച്ചു. എൻ്റെ വൈശു, അച്ഛന് വേണ്ടെങ്കിൽ നിർബന്ധിക്കണ്ട, പിന്നെ കഴിച്ചോളും. ആളെ റെസ്റ്റ് എടുത്തോട്ടെ. കാശിനാഥൻ അവളുടെ കയ്യിൽ നിന്നും കഞ്ഞിപ്പാത്രം വാങ്ങി ടേബിളിന് മുകളിൽ വെച്ചു. എൻ്റെ മോനെ, ഈ പെണ്ണിങ്ങനെ തന്നെ. എനിക്ക് വയ്യാണ്ടായ ഉറക്കവും ഊണും കളഞ്ഞാ ചിലവിടണത്. ഇനി വയ്യായിക മാറണത് വരെ ഇങ്ങനെ തന്നെയാവും, ചെറുചിരിയോടെ പറഞ്ഞയാൾ. അത് കേട്ടതും കാശിനാഥൻ അവളെ കുസൃതിയോടെ നോക്കുന്നുണ്ടായിരുന്നു. അച്ഛാ, നാളെ ഡിസ്ചാർജ് ആവാന്നാ പറഞ്ഞത്. അച്ഛൻ അവിടെ ഒറ്റയ്ക്കല്ലേ. എനിക്കൊരു സമാധാനവും ഇല്ല. ഇനിയും വയ്യാണ്ടായാലോ? ആരെങ്കിലും ഉണ്ടാവോ? ആദിയോടെ പുലമ്പിയവൾ. ഇനിയൊന്നും ഉണ്ടാവില്ല വൈശു. ഒന്നും ഓർത്ത് നീ ടെൻഷനാവണ്ട. നമുക്ക് വഴിയുണ്ടാക്കാന്നേ. അവളെ ചേർത്ത് പിടിച്ചു കാശിനാഥൻ. ഓ, ഒന്നും വേണ്ടെൻ്റെ പിള്ളാരെ. എനിക്കൊന്നും വരില്ല. നിങ്ങൾ സമാധാനായിട്ടിരിക്കുക. ഭരതൻ അവളെ ആശ്വസിപ്പിക്കാനെന്നോണം പറഞ്ഞു. വൈശു, തനിക്ക് എന്താ വേണ്ടത്? ചപ്പാത്തിയോ പൂരിയോ അതോ ദോശ, അപ്പം, അങ്ങനെ എന്തേലുമോ? കയ്യിൽ ഒരു കവറും പിടിച്ച് ക്യാൻറ്റീനിലേക്ക് പോകാൻ ഇറങ്ങി കാശിനാഥൻ. എനിക്ക് എന്തേലും മതി കണ്ണേട്ടാ, ഇത് തന്നെ വേണം എന്നില്ല. പറയുമ്പോഴും കണ്ണുകൾ തുടയ്ക്കുന്നുണ്ടായിരുന്നവൾ. എന്താ പറ്റിയ നിനക്ക്? കരയാണോ നീ? അവളുടെ തോളിൽ കൈചേർത്ത് ചോദിച്ചവൻ. എനിക്ക് അച്ഛയുടെ കാര്യം ഓർത്ത് ഒരു സമാധാനം ഇല്ല കണ്ണേട്ടാ. ഒറ്റയ്ക്ക് ആ വീട്ടിൽ വീണ്ടും വയ്യാണ്ടാവോന്നാ പേടി. ബെഡിൽ കിടന്ന് സുഖമായി ഉറങ്ങുന്ന ഭരതനെ നോക്കി നോടെ പറഞ്ഞതും. കുറച്ചുനാൾ നമുക്ക് അവിടെ ചെന്ന് നിൽക്കാം. അച്ഛനൊന്ന് ഓക്കെ ആയിട്ട് തിരികെ തറവാട്ടിലേക്ക് പോയാൽ മതി. പിന്നെ തറവാട്ടിലേക്ക് പോയാലും നീയോ ഞാനോ ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ചെന്ന് നോക്കാറുള്ളതല്ലേ. ഇനി ഒന്നും വരില്ല എൻ്റെ വൈശു. അവളുടെ കവിളിൽ തട്ടിയവൻ. കുറച്ചുനാൾ വീട്ടിൽ നിൽക്കാമെന്ന് പറഞ്ഞത് കേട്ടതേ മനസ്സ് നിറഞ്ഞു അവളുടെ. അവൻ്റെ വിരലിൽ വിരൽ കോർത്ത് പിടിച്ചെടുത്ത് ചുണ്ടോട് ചേർത്തു.
ഓ, റൊമാൻസ്! വാതിൽ തുറന്ന് അകത്തേക്ക് കയറിയ സെന്തിൽ ആ കാഴ്ച കണ്ട് കളിയാക്കിയതും ചമ്മലോടെ മുഖം താഴ്ത്തി കളഞ്ഞു വൈശു. എന്നാലും എൻ്റെ കണ്ണാ, കൂട്ടത്തിൽ നീയാ ഞങ്ങളെക്കാളും പ്രായം കുറവ്. എന്നിട്ടാ നിനക്ക് മാത്രമാണല്ലോടോ പ്രേമിക്കാനും റൊമാൻസിക്കാനും യോഗം. ഞങ്ങളൊക്കെ ഇരുന്നിരുന്ന് മുരടിച്ചു പോവേയുള്ളെന്നാ തോന്നുന്നേ. സെന്തിലത് പറഞ്ഞതും മെല്ലെ ചിരിച്ചു വൈശു. നിങ്ങൾക്ക് കല്യാണം വേണ്ടാത്തതിന് ഞങ്ങൾ എന്ത് ചെയ്യാനാ അല്ലേ കണ്ണേട്ടാ? കുസൃതിയോടെ പറഞ്ഞതും. എടി എടി, ഞാനൊക്കെ നല്ല ഒന്നാം തര ഹനുമാൻ ഭക്തന്മാരാ. അത്ര പെട്ടെന്നൊന്നും പ്രേമത്തിൽ വീഴില്ല. അയ്യടാ, കണ്ടറിയാം. നിങ്ങളെ മൂക്ക് കയറിട്ട് പിടിക്കാൻ പറ്റിയൊരു അച്ചായത്തി വരട്ടെ, അന്നേരം ഒക്കെ ഓക്കെ ആവും. ചെറുചിരിയോടെ പറയുന്നുണ്ടായിരുന്നവൾ. ഊവ്, നടന്നത് തന്നെ. നടക്കല്ല, ഓടും. അവളെ നിങ്ങൾ തൊടാണ്ട് ഓടിക്കും. അതെ, നിങ്ങൾ രണ്ടാളും തർക്കം തീർത്തോ. ഞാൻ ക്യാൻറ്റീനിലേക്ക് പോയി വരാം. ഇനി നിന്നാലേ പച്ച വെള്ളം പോലും കിട്ടില്ല. രണ്ടിൻ്റെയും തർക്കം കണ്ടതും ഇടയ്ക്ക് കയറി പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് നടന്നു കാശി. അവൻ ഒത്തിരി മാറി അല്ലേ വൈശു? ദൂരേക്ക് നടന്നകന്നു പോകുന്നവനെ നോക്കി സെന്തിൽ പറഞ്ഞു. ഒത്തിരി. അല്ലെങ്കിൽ കടയിലോ ക്യാൻറ്റീനിലോ ഒക്കെ പോയി എന്തേലും മേടിക്കാന്നൊക്കെ വല്ലാത്ത വിറയിലും ടെൻഷനും ഒക്കെ ആയിരുന്നു കാശിയേട്ടന്. നമ്മളൊക്കെ നിസ്സാരമായിട്ട് ഇടപഴകുന്ന പലയിടങ്ങളിൽ പോലും കണ്ണേടൻ കംഫർട്ടബിൾ ആയിരിക്കില്ല. പക്ഷേ ഇപ്പോൾ ആൾക്കാരുമായി അടുക്കാനും ഇടപഴകാനും ഒക്കെ ആൾ മടി കാട്ടാറില്ല. ഒക്കെ നിങ്ങൾ കൂട്ടുകാർ കാരണമാ. നിങ്ങളും കൂടി എൻ്റെ കൂടെ നിന്നിട്ടല്ലേ. ഒരുപാട് കടപ്പാടുണ്ട് എനിക്ക് നിങ്ങളോട്. നന്ദിയോടെ അവൾ നോക്കിയവനെ. ഒന്ന് പോവണ്ണേ. അവളുടെ നന്ദി. നിന്നെപ്പോലെ അവനും ഞങ്ങളുടെ ഫ്രണ്ടാ. ഇരുട്ടത്ത് തപ്പി തടയുന്ന പോലെ ജീവിതം കയ്യെത്തി പിടിക്കാൻ പോലും ആവാതെ വിഷമിക്കുന്നത് കണ്ടപ്പോൾ സഹിക്കാൻ പറ്റിയില്ലടി. കൂടെ നിന്നു. ഇനിയും അതങ്ങനെ തന്നെയാവും. ചെറുചിരിയോടെ പറഞ്ഞു സെന്തിൽ. പിറ്റേന്ന് തന്നെ ഭരതനെ ഡിസ്ചാർജ് ചെയ്തു. കാശിനാഥൻ തന്നെയാണ് രണ്ടാളെയും കാറിൽ തിരികെ വീട്ടിലെത്തിച്ചത്. അച്ഛാ, പതിയെ ഇറങ്ങൂട്ടോ. കാറിൽ നിന്നിറങ്ങാൻ തുടങ്ങിയതും കാശി വന്ന് അയാളെ താങ്ങിയിരുന്നു. വൈശു വാതിൽ തുറന്നതും മെല്ലെ അയാളെ അകത്തേക്ക് പിടിച്ചു കയറ്റി. ചുറ്റും കണ്ണോടിക്കവേ കണ്ണുകൾ മിഴിഞ്ഞുവന്നു മഹിയുടെ. ഇവിടെ നിന്ന് പോയതുപോലല്ലായിരുന്നു വീട് കിടന്നിരുന്നത്. അലങ്കോലപ്പെട്ട് കിടന്നതൊക്കെ അടുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പൊടിയും ചവറുമായി കിടന്നിടമൊക്കെ നന്നായി അടിച്ചു വാരി തുടച്ചിരിക്കുന്നു. ഇന്നലെ കണ്ണേട്ടനും നന്ദേട്ടനും പാച്ചുവും കൂടി ഇവിടെ വന്നിരുന്നച്ചേ. അവരാ വീട് വൃത്തിയാക്കിയത്. അമ്പരപ്പോടെയുള്ള അയാളുടെ നോട്ടം കണ്ടെന്ന പോലെ പറഞ്ഞവൾ. നന്നായി. മോള് വന്നു പോകുമ്പോഴല്ലേ വൃത്തിയാക്കി ഇടാറുണ്ടായിരുന്നത്. കഴിഞ്ഞ ആഴ്ച മോള് വന്നില്ലായിരുന്നല്ലോ. അതാ ഇത്രയും ചവറ് കൂടിയേ. എനിക്കാണെങ്കിൽ തൂക്കാനോ തുടക്കാനോ ഒന്നും കഴിയേയില്ല. അതാ ഓരോന്നും വന്ന് പെട്ട് കഴിഞ്ഞാൽ മനുഷ്യർ പിന്നെ ഒന്നും വല്ലാണ്ടായി പോവും. പിന്നെ ആശുപത്രി കയറി ഇറങ്ങാനും മരുന്ന് കഴിക്കാനുമേ നേരണ്ടാവൂ. വ്യസനത്തോടെ അയാൾ പറഞ്ഞതും. അച്ഛൻ ഇനി അതും ഓർത്ത് ടെൻഷൻ ആവണ്ട. എന്തായാലും ഞങ്ങൾ ഉടനെയൊന്നും പോണില്ല. അച്ഛൻ ഓക്കെ ആയിട്ടേ പോണുള്ളൂ. ഇനി കുറച്ചുനാൾ ഞങ്ങളും അച്ഛനൊപ്പം ഇവിടെ കാണും അല്ലേ കണ്ണേട്ടാ? കാശിയെ നോക്കുമ്പോൾ അതേ എന്ന് തലയാട്ടിയവൾ. അതേതായാലും നന്നായി. വീടിന് ആളനക്കം ആവൂലോ. നിറഞ്ഞ സന്തോഷം അയാളുടെ മുഖത്ത് തെളിഞ്ഞു കണ്ടു. ഹോയ് കാശിനാഥ, വൈകിട്ട് എന്താ വേണ്ടത്? കഞ്ഞിയോ ചപ്പാത്തിയോ? തറവാട്ടിലേക്ക് പോകാനായി പുറത്തേക്കിറങ്ങിയവൻ്റെ പിന്നാലെ ചെന്നു വൈഷ്ണവി. 2 ചപ്പാത്തി. അതറിയാം. കുറുമ മതിയോ അതോ വേറെന്തെങ്കിലും സ്പെഷ്യൽ? പുരുകമുയർത്തിക്കൊണ്ട് ചോദിച്ചതും. സ്പെഷ്യൽ ഒന്നും വേണ്ടടോ. പിന്നെ ഞാൻ രാത്രി തറവാട്ടിലേക്ക് പൊയ്ക്കോട്ടെ? താനിവിടെ ഉണ്ടല്ലോ, മടിയോടെ ചോദിച്ചവൻ. വേണ്ട, ഞാനില്ലാണ്ട് കണ്ണേട്ടൻ ആ വീട്ടിൽ തനിച്ച് നിൽക്കണ്ട. ടീച്ചറമ്മയെ കാണാൻ ദിവസവും പോയി വരാമല്ലോ കണ്ണേട്ടന്. അതൊക്കെ മതി. ഞാനില്ലാത്തപ്പോൾ പോലും ഈ മനസ്സ് നോവിക്കണ്ട ആരും. പിന്നെ എനിക്കും ഈ തണലില്ലാതെ വയ്യ. തെല്ലൊരു നാണത്തോടെ അവൻ്റെ നെഞ്ചിൽ മുഖം ചേർത്ത് പറഞ്ഞവൾ. ചെറുചിരിയോടെ അവളെ ചേർത്ത് പിടിച്ചു നെറുകിൽ ചുംബിച്ചു കാശിനാഥൻ. എനിക്കും അങ്ങനെ തന്നാടോ. ഈ നെഞ്ചിൽ നിന്നെ ചേർത്ത് പിടിക്കാണ്ട് ഉറക്കം വരില്ലേ? കുറുമ്പോടെ പറഞ്ഞവൻ. നാ എൻ്റെ ചെക്കൻ ചെന്ന് വേണ്ടതൊക്കെ എടുത്തു വന്നേക്കാ. വഴി കണ്ണുമായി ഈ ഒരുത്തി ഇവിടെ കാത്തിരിപ്പുണ്ടാവും. ചെറുചിരിയോടെ പറഞ്ഞതും അവളുടെ കവിളിൽ മെല്ലെ ഒന്ന് തട്ടിവിട്ട ശേഷം പുറത്തേക്കിറങ്ങിപ്പോയവൻ. ചെന്ന പാടെ കുറച്ചു നാളത്തേക്ക് വൈഷ്ണവിയുടെ വീട്ടിലേക്ക് മാറി നിൽക്കാൻ പോവാന്ന് ശാരദമ്മയോട് പറഞ്ഞിട്ട് അത്യാവശ്യം വേണ്ടതൊക്കെ എടുത്തു വെക്കാനായി റൂമിലേക്ക് ചെന്നവൻ. വൈശുവിനും അവനും അത്യാവശ്യം വേണ്ടതൊക്കെ 2 വലിയ ബാഗുകളായി പെറുക്കി വെച്ച് തിരിയുമ്പോൾ കാണുന്നത് വാതിൽക്കൽ അവനെ നോക്കി നിൽക്കുന്ന ചന്ദ്രനെയാണ്. അച്ഛൻ്റെയും മകൻ്റെയും കണ്ണുകൾ തമ്മിലിടഞ്ഞത് പെട്ടെന്ന് മുഖം തിരിച്ചു കളഞ്ഞു കാശിനാഥൻ. ഇപ്പോഴും ആ മനുഷ്യൻ്റെ മുഖത്ത് നോക്കാൻ പോലും തനിക്ക് അറപ്പാണ്. അത് വെറുപ്പോ പകയോ കൊണ്ടല്ല. എന്നെ ഒന്ന് മനസ്സിലാക്കാനുള്ള മനസ്സ് കാട്ടാത്തതിലും എന്നെ കേൾക്കാൻ അല്പസമയം കണ്ടെത്താത്തതിലും ആ സ്ത്രീയുടെ വാക്ക് കേട്ട് എന്നെ ഒന്ന് ചേർത്ത് പിടിക്കാത്തതിൻ്റെയും അമർഷം മാത്രം ഓർത്തുപോയവൻ.
തന്നെ കണ്ടിട്ടും കാണാത്ത പോലെ നിൽക്കുന്നവനടുത്തേക്ക് ചെന്നയാൾ മോനെ പിന്നിൽ നിന്ന് മെല്ലെ വിളിച്ചുകൊണ്ട് അകത്തേക്ക് കയറി ചെന്നു. അച്ഛനോടുള്ള പിണക്കം മാറിയില്ലേ കണ്ണ? മെല്ലെ ചോദിച്ചെങ്കിലും മിണ്ടിയില്ലവൻ. ക്ഷമിക്കാൻ കഴിയില്ലേ കണ്ണ അച്ഛനോട്? അവന്റെ തോളിൽ കൈ ചേർത്തയാൾ. ഒന്നും മിണ്ടിയില്ലവൻ. അയാളുടെ കണ്ണ് നനയുകയാണെന്ന് ശബ്ദമിടറിയതിൽ നിന്നും മനസ്സിലായവന്. എന്നിട്ടും തിരിഞ്ഞു നോക്കിയില്ലവൻ. തൻ്റെ ജീവിതത്തിൽ താങ്ങും തണലുമായി കൂടെ നിൽക്കേണ്ട സമയത്ത് പോലും കൂടെ നിൽക്കാതെ ആ സ്ത്രീ പറയുന്നത് കേട്ട് തല്ലിയും ചീത്ത പറഞ്ഞും കൂടുതൽ നോവിച്ചത് വീണ്ടും വീണ്ടും മനസ്സിലേക്ക് വന്നുകൊണ്ടിരുന്നവൻ്റെ. സാരല്ല, എന്നെങ്കിലും എൻ്റെ മോൻ അച്ഛനോട് സംസാരിക്കണം, പിണക്കം മാറ്റണം, ദീർഘമായൊന്ന് നിശ്വസിച്ചയാൾ. ഞാൻ വന്നത് ദേ ഇത് തരാനാ. നിനക്ക് തുടർന്ന് പഠിക്കാൻ അനുവാദം അറിയിച്ചുകൊണ്ടുള്ള കോടതി ഉത്തരവാ. പറഞ്ഞുകൊണ്ട് അവന് മുന്നിലേക്ക് സീൽ ചെയ്ത് സ്റ്റാമ്പൊട്ടിച്ചൊരു എൻവലപ്പ് അയാൾ നീട്ടുമ്പോൾ കൈ നീട്ടി വാങ്ങിയവൻ അമ്പരപ്പ് വിട്ടകലാതെ. തുടരും. കഥ ഇഷ്ടമാവുന്നുണ്ടോ? ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കൂടുക, ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്